അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. ആ കല്യാണവും മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഷാഫി അവൾ തനിക്ക് വിധിച്ച പെണ്ണായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും പടച്ചോൻ മുടക്കിയെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് അന്ന് വൈകിട്ട് കമാൽ പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വരുന്നത്. സംസാരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഷാഫി, ഞാൻ പറഞ്ഞില്ലടാ അതാരോ മുടക്കിയതാണെന്ന്. അത് സത്യം തന്നെയാടാ. അതെയോ? ആരാ പറഞ്ഞത് കമാലേ നിന്നോട്? എൻ്റെ ഉമ്മാക്ക് ആ കുട്ടിയുടെ ഉമ്മ വിളിച്ചിരുന്നു. അപ്പോൾ ഉമ്മ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു. കൺമുൻപിൽ നിന്ന് അവളും അവളുടെ ഓർമ്മകളുമായി നടന്നകന്നു തുടങ്ങിയ മറവി വീണ്ടും അരികിലേക്ക് തന്നെ ഓടി വരികയായിരുന്നു. ആ മറുപടി കേട്ടപ്പോൾ ശബ്ദം ഇടറിക്കൊണ്ട് ഷാഫി ചോദിച്ചു, എന്താ ഓളുമ്മ പറഞ്ഞത്? അത് കേട്ട് കമാൽ പറഞ്ഞു, അവളെ ഉപ്പയാണ് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്. നീ ആദ്യം കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ ഏതോ കുടുംബക്കാർ അവളുടെ ഉപ്പയെ അറിയുന്ന ആളാണ്. അയാളെ കണ്ടപ്പോൾ അയാളോട് നിന്നെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും വെറുതെ അന്വേഷിച്ചതാണത്രേ. അപ്പോൾ ഉപ്പയോട് അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചത് കൊണ്ടാണ് മുടങ്ങിയതെന്ന് പറഞ്ഞു. സത്യത്തിലേ ദൂരം കൂടുതലാണെന്നൊക്കെ അവരെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞതാണ്. നീ ആദ്യം കല്യാണം കഴിച്ച് ഒഴിവാക്കിയ പെണ്ണിൻ്റെ വീട്ടുകാരെ വീട്ടിൽ കയറി നല്ലോണമെന്ന് തല്ലണം. എന്നാലും ഓലെ ഈ പരിപാടി നിർത്തുള്ളൂ. അവരാ എനിക്ക് വരുന്ന ഈ കല്യാണങ്ങളൊക്കെ മുടക്കണത്. നിന്നോട് പറയാനായി ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോൾ വന്നത്. നെഞ്ചിടിപ്പോടെ ഷാഫി ചോദിച്ചു, എന്താ കുട്ടിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ അവൾ നിന്നോട് ഒന്നും ഓർക്കരുതെന്നും നല്ലൊരു കുട്ടി വരാനുണ്ടാവുമെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ അവളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്രേ ഈ കല്യാണം നടക്കാൻ. പക്ഷേ അവളെ ഉപ്പ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെയാണ് ഓളമ്മ പറഞ്ഞത്. അവൾക്കും ഉമ്മാക്കും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു. അതാ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? എന്താ ചെയ്യുക, പഠിച്ചവൻ്റെ തീരുമാനമാവും. ഇതൊക്കെ കമാൽ പറഞ്ഞപ്പോൾ ഒരു കിതപ്പോടെയാണ് ഷാഫി എല്ലാം കേട്ടിരുന്നത്. അവനോട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് അവൻ പോയതും റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ട് തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു. അല്ലാ, എന്തൊരു പരീക്ഷണാണിത്. ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ. എന്തിനാണ് അവർ എൻ്റെ കല്യാണം ഇങ്ങനെ മുടക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്? വല്ലാത്തൊരു വീട്ടുകാർ തന്നെ. അല്ലാവേ, അവർക്കുള്ള ശിക്ഷ നീ തന്നെ കൊടുക്കണേ. ഒരു പാവപ്പെട്ട ആൾക്കാരെങ്ങനെ ഉപദ്രവിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണത്. പഠിച്ചോനെ, നീ കാക്കണേ. എനിക്ക് ഹയറായത് തന്നെ നീ തരണേ എന്ന് ഷാഫി മനസ്സുരുകി റബ്ബിനോട് പ്രാർത്ഥിച്ചു. മനസ്സിൽ അവളോട് സംസാരിച്ച ആ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്നത്. എന്തൊരു അച്ചടക്കത്തോടെയാണ് അവളെൻ്റെ മുഖത്തേക്ക് നോക്കിയത്. തൻ്റെ മനസ്സിനേറ്റ മുറിവ് കണ്ടപ്പോഴേക്കും ചോദിച്ചവൾ നടുക്കടലിൽ ഒറ്റപ്പെട്ട് കര കണ്ടതുപോലെ ഒരു ആശ്വാസം കിട്ടിയതായിരുന്നു. പക്ഷേ ആ കര പെട്ടെന്ന് കൺമുന്നിൽ നിന്നും മറിഞ്ഞിരിക്കുന്നു, അതും നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സ് ഒന്ന് പതറിയതോടെ ക്ഷമയുടെ വാതിലുകൾ തകർന്നു, കണ്ണുകൾ നിറഞ്ഞു. പറയാനും ആശ്വസിപ്പിക്കാനും ആളില്ലാതെ ഒരു പുരുഷൻ കരയുന്നുണ്ടെങ്കിൽ ആ വേദനയുടെ തീവ്രത എന്തായിരിക്കും? കണ്ട സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്ത് നിന്നും നഷ്ടപ്പെട്ടവൻ്റെ വേദന ആ മുറിക്കുള്ളിൽ അവൻ്റെ റബ്ബല്ലാതെ ആരെ കാണാനാണ്? പൊട്ടിക്കരയാൻ അനുവാദം കിട്ടിയതുപോലെ മനസ്സ് തണുപ്പിക്കാൻ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അധിക സമയം റൂമിൽ തന്നെ ഇരിക്കുന്നതിനാൽ ആരും വാതിൽ മുട്ടുമെന്ന ഭയമില്ല. മരണപ്പെട്ടാൽ പോലും പെട്ടെന്നാരും അറിയുകയുമില്ല. ജീവിതത്തിലെ ചില അവസ്ഥകൾ നമുക്ക് നേരെ തിരിഞ്ഞാൽ മനുഷ്യനായ നമ്മൾ നേരിടുകയല്ലാതെ എന്ത് ചെയ്യാനാണ്? ദുനിയാവ് അപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഷഹനാസ് നൽകിയ കുറച്ച് നല്ല ഓർമ്മകൾ കബറടക്കാൻ രാത്രിയിലെ ഉറക്കം സഹായിച്ചതോടെ വീണ്ടും പുതിയ തുടക്കങ്ങൾക്കും അനുഭവങ്ങൾക്കും ജീവിതം പെട്ടെന്നൊരുങ്ങാൻ പറഞ്ഞു. പിറ്റേന്ന് എവിടെയോ പോകാനായി റൂമിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് താഴെ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് ഷാഫി ശ്രദ്ധിക്കുന്നത്. ആരാണെന്നറിയാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അവർ തൻ്റെ കുറ്റങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായതും വാതിൽ പതുക്കെ തുറന്ന് അവരിലേക്ക് കാതോർത്തു.
അവരുടെ സംസാരത്തിലേക്ക് കൂടുതൽ കാതോർത്തപ്പോൾ വന്നിരിക്കുന്നത് ഏതോ ഒരു കുടുംബക്കാരിയാണ്. ശ്രദ്ധിച്ചപ്പോഴാണ് ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അവരുടെ മകളുമാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായത്. എല്ലാവരും കൂടി ഇന്ന് തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാലും ഷാഫിക്കല്പം എടുത്തുചാട്ടം കൂടുതലാണ്. ഞങ്ങളൊക്കെ പണ്ടേ പറയാറില്ല അവൻ്റെ സ്വഭാവം. കുറച്ചൊക്കെ ക്ഷമ കാണിക്കണ്ടേ? ഇപ്പോൾ കണ്ടില്ലേ, അവനെ ഒഴിവാക്കിയ പെണ്ണ് മാസങ്ങൾക്കുള്ളിൽ വേറെ ആളെയും കെട്ടി ഗൾഫിൽ പോയി സുഖമായി ജീവിതം തുടങ്ങി. ഓനോ? അതിനുള്ള മറുപടി പറഞ്ഞത് വഫായിരുന്നു. ഓളോ അമ്മ ഒരാവശ്യമില്ലാതെ മഹറൊക്കെ തിരിച്ചു വാങ്ങി ഷാഫിയെ കൊടുക്കാൻ നോക്കിയതല്ലേ. ഇപ്പോൾ എന്തായി? അതുകൊണ്ട് മോൾക്ക് രണ്ടാം കെട്ടുകാരനല്ലേ കിട്ടിയത്? പഠിച്ചോൻ്റെ പണിയാണത്. ഷാഫിക്ക് വേണമെങ്കിൽ ഫെബിനെ കെട്ടിയതുപോലെയുള്ള ആരെങ്കിലും ഒഴിവാക്കിയ 1000 കുട്ടികളെ കിട്ടും. അവനത് വേണ്ടാഞ്ഞിട്ടാണ്. അവൾ ഒരു കുഞ്ഞുള്ള ചങ്ങായനല്ലേ കെട്ടിയത്. അതിനിപ്പോൾ എന്താ? ഓള് ഗൾഫ് പോയില്ലേ? ഗൾഫ് പോകുന്നതാണോ ഇക്കാലത്ത് ഒരു പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം? അതിപ്പോൾ ആർക്കും പോകാൻ പറ്റും. വഫ വിടുന്ന മട്ടില്ലായിരുന്നു. കുടുംബക്കാരെയും കുറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ടെന്താ എന്നെ കൊണ്ടുപോകാത്തത്? എൻ്റെ ഇക്കാക്കിപ്പോൾ നാട്ടിലല്ലേ ജോലി? അവിടെ ആയിരുന്നപ്പോൾ കുറേ വട്ടം ചോദിച്ചതാണ് എന്നോട് പോരണോന്ന്. എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ല അവിടേക്ക്. എൻ്റെ ഗൾഫിലുള്ള എത്താത്ത പറഞ്ഞത് കേട്ടാൽ തന്നെ മടുത്തു പോവും. ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയാൽ ഒറ്റക്കുള്ള ജീവിതം. ആരാണ് അവിടെ ഉള്ളത്? ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റൂല. ഭയങ്കര ചൂടും. അതല്ലേ ഇപ്പോൾ ഗൾഫ്? നിങ്ങളെ വിചാരം ഗൾഫ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണെന്നോ? എനിക്ക് തീരെ താല്പര്യമില്ല. അവിടെ നമ്മൾ പോയിട്ടും എന്താ കാര്യം? ആ റൂമുക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ആപ്പിളാർക്കാണെങ്കിലോ ജോലിയും. അവർ ഡ്യൂട്ടിക്ക് പോവും. അത് വരെ നമ്മൾ ആ റൂമിലിരിക്കും. പിന്നെ വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങും. ഇതല്ലേ? അവിടെ ഒരു കുടുംബക്കാരുണ്ടോ? അയൽവാസികളുണ്ടോ? ഉള്ളവർ മുഴുവനും ഉറക്കും സ്വന്തമായ കുടുംബവുമായിട്ടുള്ള കറക്കും മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊക്കെ ഉണ്ടായാലും നാട്ടിലെ സുഖമൊന്നും കിട്ടൂല. പിന്നെ ആരും വേണമെന്നില്ലാതെ തിന്നാനും ഉറങ്ങാനും മാത്രം ഇഷ്ടമുള്ളവർക്ക് നടക്കും. എനിക്ക് ഇഷ്ടമില്ല ജീവിതം. എനിക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കണം. അതാ ഞാൻ പോവാത്തത്. ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് പണ്ട് മുതലേ തന്നെ ഇഷ്ടമില്ലെന്ന് ഷാഫിക്ക് അറിയാമായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. അവരുടെ മകളുടെ കല്യാണം ആലോചിച്ചിരുന്നത് അവൾ പ്രണയിച്ചൊരു പയ്യനെ കൊണ്ടായിരുന്നു. അവരുടെ മകൾ പ്രണയത്തിലായിരുന്ന പയ്യനെ ഷാഫിക്കും അറിയായിരുന്നു. ഒരു യാത്രക്കിടയിൽ ഒരു ബാറിലേക്ക് കയറിപ്പോകുന്ന ആ പയ്യനെ കണ്ട് സംശയം തോന്നിയ വണ്ടി ഷാഫി സൈഡാക്കി കാത്തുനിന്നു. അവനെ കയ്യോടെ പിടികൂടുകയും അവിടെ വെച്ച് തന്നെ അവനെ ചോദ്യം ചെയ്തതും അവനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ വിവരം വീട്ടിൽ വന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ആ കല്യാണം മുടക്കിയപ്പോൾ അവർ പയ്യനെ വിശ്വസിച്ച് കരുതിയത് ഞാൻ വെറുതെ മുടക്കിയതാണെന്നാണ്. വീട്ടിൽ വന്നിരിക്കുന്ന ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ കുടുംബക്കാരായ ആ പയ്യനെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇവർക്ക് അന്ന് മുതലാണ് ഞാൻ ശത്രുവായത്. സ്വന്തം ചോര കൂടിയായ മകള് ഒരു കള്ളുകുടിയൻ്റെ കയ്യിൽ പെടുന്നെന്ന് ചിന്തിച്ചതിനുള്ള കിട്ടിയ സമ്മാനമാണ് എനിക്ക്. വീട്ടിൽ വന്ന് ഞാനിവിടെ ഉണ്ടെന്നറിയാതെ കുറ്റം പറയുന്ന ഉമ്മയും മകളോ. വല്ലാത്തൊരു ആളുകൾ. മൂത്താപ്പാക്ക് എന്നെ വലിയ കാര്യമാണ്. ഇവരെപ്പോലെയല്ല. പക്ഷേ ഈ മൂത്തമ്മയും മോളുണ്ടല്ലോ, ഭയങ്കര സാധനങ്ങളാണ്. ഈ ശത്രുതയും ഉള്ളിൽ വെച്ച് ഇവർ തന്നെ ഒരുപാട് ആലോചനകൾ മുടക്കി കാണും എന്ന് ഷാഫിക്ക് ഉറപ്പായിരുന്നു. വഫ പറഞ്ഞു നിർത്തിയപ്പോൾ മുംതാസ് പറഞ്ഞു, ഫെബിന ഗൾഫിൽ നിന്നല്ല അമേരിക്കയിൽ പോയാലും അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഞങ്ങൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് കരുതി എല്ലാ ആണുങ്ങൾക്കും പറ്റിയ സ്വഭാവം ആവില്ല അവളുടേത്. ഷാഫിക്ക് അവനെ ആഗ്രഹിച്ച കുട്ടി വരും. ചിലപ്പോൾ കുറച്ച് താമസമൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ബേജാറൊന്നും വേണ്ട. ഓനക്ക് ഓനെ ആഗ്രഹിച്ച കുട്ടീനെ തന്നെ കിട്ടും. ഇത് കേട്ടപ്പോൾ മൂത്തമ്മ പറഞ്ഞു, ആര് വന്നാലും ആ പെൺകുട്ടിയുടെ കഷ്ടകാലമായിരിക്കും. അവനെ ക്ഷമിക്കാനറിയില്ല, സംസാരിക്കാനറിയില്ല. ഓനെ വലിയ ആളാണെന്നാണ് ധാരണ. അതോടെ ഇതെല്ലാം കേട്ടുനിന്ന ഷാഫിയുടെ ക്ഷമ നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ ദീർഘനിശ്വാസം എടുത്ത് അവിടെ തന്നെ നിന്നു. മുംതാസ് പറഞ്ഞു, നിങ്ങളെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോനല്ലേ ഷാഫി? നിങ്ങളൊക്കെ തന്നെ അവനെ കുറ്റം പറഞ്ഞ് നടന്നാൽ എങ്ങനെ പിന്നെ ഒരു ബന്ധം ശരിയാവുക? ഷാഫി പറയാൻ ആഗ്രഹിച്ചത് മുംതാസ് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന അവരുടെ മകൾ പറഞ്ഞു, ഫെബിനയ്ക്ക് എന്തേനൊരു കുഴപ്പം? വന്ന അന്ന് തന്നെ അവനെ വരച്ച വരയിൽ നിർത്താൻ നോക്കിയതല്ലേ. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളടുത്ത് നടക്കൂല. അതുവരെ എല്ലാം കേട്ട് നിന്ന് മിണ്ടാതിരിക്കുന്ന സുറുമി ഒരു കാര്യം അവരോട് ചോദിച്ചതോടെ പിന്നീട് കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. സുറുമിയുടെ സംസാരം ഷാഫി ശ്രദ്ധയോടെ കാതോർത്തു. സുറുമി പറയാൻ തുടങ്ങി, അല്ല മുത്തമ്മ,
ഷാഫിൻ്റെ കല്യാണം കഴിഞ്ഞ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ട് 1 വർഷമായി. ഇതുവരെ എന്താണ് ഒരു ആലോചന ശരിയാവാത്തതെന്ന് ചോദിക്കേണ്ട ആളല്ലേ നിങ്ങൾ? പക്ഷേ നിങ്ങൾ വീട്ടിൽ വന്ന മുതൽ തുടങ്ങിയതാണ് അന്യ ആൾക്കാരെ പോലെ നിങ്ങൾ രണ്ടാളും കൂടി ഷാഫിയോട് കുറ്റം പറയാം. എന്താണ് അവന് നിങ്ങളോടൊക്കെ ചെയ്ത് തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓനെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അത് കേട്ടതും മൂത്തമ്മ പറഞ്ഞു, അല്ലെങ്കിലും അവനെക്കുറിച്ച് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അത് എനിക്ക് പറ്റൂലല്ലോ അല്ലേ? മൂത്തമ്മ സുറുമയെ ഉന്നം വെച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും സുറുമി അത് നിസ്സാരമായി കാണുന്നത് പോലെ മറുപടി കൊടുത്തു. എനിക്കെങ്ങനെ കേട്ടു നിൽക്കാൻ പറ്റുക? ഷാഫിയെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ എൻ്റെയും അനിയനല്ലേ? മാത്രമല്ല ചെറുപ്പം മുതലേ ഞാൻ അവനെ കാണാൻ തുടങ്ങിയതാണ്. എൻ്റെ ഒരു സ്വന്തം ആങ്ങളിനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത്. അല്ലാതെ എനിക്കെങ്ങനെ പിന്നെ കേട്ടു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ്റെ കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ട് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ പറയാം. നീ അവനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ നാട്ടിലാകെ പാട്ടാണ് സുറുമേ, എല്ലാവർക്കും അറിയാം. അതെന്താ നിങ്ങൾ നാട്ടുകാർ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് കേട്ട് നടക്കണേ? അതൊക്കെ ഉറപ്പുണ്ടോ ശരിയാണെന്ന്? നാട്ടുകാരല്ല ഈ വീട്ടിൽ ഉള്ളവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് അവനെ കാണുന്നതെന്നും അവനെങ്ങനെയാണ് എന്നെ കാണുന്നതെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നാട്ടുകാരെ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഇവളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഞാനും പറയും. സുറുമി രണ്ടും കൽപ്പിച്ച് അങ്ങനെ പറഞ്ഞതും മൂത്തമ്മ പറഞ്ഞു, പിന്നെ ഞങ്ങളെ നിന്നെപ്പോലെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്വഭാവമൊന്നും കാണിച്ചിട്ടില്ല. അതിനുള്ള ഒരവസരം ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല. മൂത്തമ്മ, നിങ്ങളെ ആർക്കും ഒന്നും അറിയില്ലെന്ന് ധരിച്ച് സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞു തരാം നാട്ടിലെ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇവളെ വിവാഹം കഴിക്കാൻ നിന്ന നിങ്ങളെ കുടുംബക്കാരൻ പയ്യൻ ഇവൾക്ക് കല്യാണത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയതും നിങ്ങളത് ആരും അറിയാതെ ഒഴിവാക്കിയതാണെന്നും ഇപ്പോഴത്തെ മരുമകനെ കെട്ടിച്ചു കൊടുത്താണെന്നും നാട്ടുകാർ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമല്ലേ? അത് സത്യമാണെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ. തന്നെയും സുറുമയെയും ചേർത്ത് പറഞ്ഞ വാക്കുകൾ കേട്ട് പല്ല് കടിച്ചമർത്തി നിൽക്കുന്ന ഷാഫിയുടെ ചുണ്ടുകൾ സുറുമയുടെ ആ ചോദ്യം കേട്ടതോടെ അറിയാതെ പുഞ്ചിരിച്ചു പോയി. അത്തരത്തിലുള്ള ചോദ്യമല്ലേ മൂത്തമ്മയുടെ മുഖത്ത് നോക്കി സുറുമിത്ത ചോദിച്ചിരിക്കുന്നത്? ഇനി അവർ മിണ്ടില്ലെന്ന് കരുതി നിൽക്കുമ്പോൾ അവരുടെ മകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉമ്മ സത്യം പറഞ്ഞ പുള്ളിയില്ലേ? നാട്ടുകാർ ഫെബിനെ പറഞ്ഞു പരത്തിയ മാത്രമല്ല പറയുന്നത്. നിങ്ങൾ രണ്ടാളും ഇവിടെ പലതും നടത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. കാര്യം പറയുമ്പോൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സുറുമിത്ത. മോളെ, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീ പ്രഗ്നൻ്റ് ആയതും ആരറിയാതെ നിങ്ങളത് ഒഴിവാക്കിയതും ഈ നാട്ടുകാർ ചിലപ്പോൾ സത്യം അറിയാതെ എവിടെന്നെങ്കിലും കേട്ടത് പറഞ്ഞു നടക്കിയാവും. എന്നാലേ നിൻ്റെ ഗർഭം ഒഴിവാക്കിയാന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് വന്ന് എനിക്ക് ഓർക്കുന്നുണ്ടോ? അന്ന് നീ കിടക്കുന്ന മുറി തുറന്നു തരാത്ത ആളാണ് നിൻ്റെ ഉമ്മ. അവൾക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അന്ന് എൻ്റെ ഉമ്മ തടഞ്ഞത്. നിനക്കന്ന് ഒരാൾ നേരിട്ട് കാണാൻ പറ്റാത്ത എന്താ അസുഖം വന്നിരുന്നത്? അതും ഈ ചെറുപ്രായത്തിൽ. അതന്നെ ഒരു കള്ളകളിയല്ലേ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നോ? നിങ്ങളെ അത് ഒഴിവാക്കാൻ പോയ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ കാര്യം സത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ആളെ എനിക്കറിയാം. ഇപ്പോൾ തെളിയിക്കണോ ആരാ കള്ളം പറയുന്നതെന്ന്? ഞാനും വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. 4 ആളെ ഇങ്ങോട്ട് വിളിക്കുക, ഞാൻ അവരെ മുന്നിൽ വെച്ച് അത് തെളിയിച്ചു തരാം. സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാം. ആരെങ്കിലും പറയുന്ന അപവാദങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നും കേട്ടാൽ എങ്ങനെ എപ്പോഴും മിണ്ടാതെ നിൽക്കും? സുറുമിയുടെ അവസ്ഥയും അതായിരുന്നു. സുറുമിയുടെ ക്ഷമ നശിച്ചത് ആ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു. സുറുമി രണ്ടും കൽപ്പിച്ച് പറയുന്ന വാക്കുകൾക്ക് മുന്നിൽ പിന്നീട് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിയ മൂത്തമ്മയും മകളും കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ നാറുമെന്ന് ഉറപ്പായതോടെ പോകാൻ പോകുന്നത് പോലെ പറഞ്ഞു, ഇവിടെയുള്ളവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം ഈ തറവാടിനൊരു പേരുണ്ട്, അത് തകർക്കാൻ പറ്റില്ലല്ലോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൾക്കാരെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ്. അത് പറയുമ്പോൾ ആർക്കും പൊള്ളിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സുറുമി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ ചെയ്തത് നിസ്സാരമായി കണ്ട് വീണ്ടും സുറുമയെ കുറ്റപ്പെടുത്തുന്ന ആ വർത്താനം പറഞ്ഞ അവരെ വെറുതെ വിടരുതെന്ന് മനസ്സ് പറഞ്ഞതോടെ അതുവരെ ക്ഷമയോടെ എല്ലാം കേട്ടുനിന്ന ഷാഫി വാതിൽ തുറന്ന് താഴേക്ക് വന്നു. ഷാഫി അവിടെയില്ലെന്ന് കരുതിയ മൂത്തമ്മയും മകളും അവൻ്റെ ആ വരവ് കണ്ടതോടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് കണ്ടതും ഷാഫി ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ട് മൂത്തമ്മയുടെയും മകളുടെയും മുന്നിലേക്ക് ചെന്നു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.